കേണിച്ചിറയിൽ കൂട്ടിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വനം വകുപ്പ്. ഇന്നലെ രാത്രി പിടിയിലായ കടുവയെ മുത്തങ്ങയിലേക്ക് മാറ്റി. 4 ദിവസമായി വളർത്തുമൃഗങ്ങളെ കൊന്ന് പ്രദേശത്തെ ആശങ്കയിലാക്കിയ കടുവ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കൂട്ടിലായത്. എടക്കാട് കിഴക്കയിൽ കുര്യാക്കോസിന്റെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെടുകയായിരുന്നു. ഇന്നലെ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. കൂട്ടിലാവുന്നതിനു മുൻപ് 2 പശുക്കൾ കൊല്ലപ്പെട്ട മാളിയേക്കൽ ബെന്നിയുടെ വീടിന്റെ തൊഴുത്തിൽ വീണ്ടും കടുവയെത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ വീട്ടുകാർ പകർത്തിയിരുന്നു. ക്ഷീരകർഷകർ ഏറെയുള്ള മേഖലയിൽ ജനങ്ങൾ വലിയ ആശങ്കയിൽ കടുവയെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. പിടിച്ചതിൽ വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പുല്ലരിയാനോ പുല്ല് വെട്ടാനോ പോകാനോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ തോന്നാൻ ഞങ്ങൾക്കില്ല പോകാൻ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോകണം പോയി കാണും. പെണ്ണം കാണി കണ്ണും കാണുകയില്ല. ആ വിഷമത്തിൽ പിടിച്ചതിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ നടന്ന കന്നാലി അയക്കാൻ പോയിട്ട് തൊട്ട് മുമ്പ് അതിനെ കടിച്ചു വലിക്കണ ഭാഗം കണ്ടു കഴിഞ്ഞ് ഞാൻ അറിയാതെ എൻ്റെ അമ്മ ഒന്ന് വിളിച്ചു പോയി. അപ്പോഴത്തേക്ക് ആ ചാടിയാറ്റപ്പോഴത്തേക്ക് ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ എങ്ങനെയാ കഴിച്ചില്ലായി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിടിച്ചതിൽ ഞങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ട് എന്തൊക്കെയായാലും. കടുവയെ മുത്തങ്ങയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10 വയസ്സുള്ള ആൺകടുവയാണത്. വനം വകുപ്പിന്റെ സെൻസസിൽ തോൽപ്പെട്ടി 17 രേഖപ്പെടുത്തിയ കടുവയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളും അവശതകളുമുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ തുടർ തീരുമാനങ്ങൾ വനംവകുപ്പ് സ്വീകരിക്കൂ. അതേസമയം ഒഴിവുള്ള സൗത്ത് വയനാട് DFO സ്ഥാനത്ത് ഇന്ന് അജിത് കെ രാമൻ ചുമതലയേൽക്കും. DFO ആയിരുന്ന ഷജ്ന കരീമിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് ഒഴിവുണ്ടായത്. കൈരളി ന്യൂസ്, വയനാട്.